കമ്മിറ്റി റിപ്പോർട്ടിലെ 96-ാം ഖണ്ഡിക കത്തിപ്പടരുന്നു. 96-ാം ഖണ്ഡിക ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. പുറത്തുവന്ന പേജിൽ 96-ാം ഖണ്ഡിക ഉൾപ്പെട്ടിട്ടുണ്ട്. ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് 49-ാം പേജിലെ 96-ാം ഖണ്ഡികയാണ്. എന്നാൽ റിപ്പോർട്ടിൽ 96-ാം ഖണ്ഡിക ഉൾപ്പെട്ടത് 48-ാം പേജിൽ. ഈ ഖണ്ഡികയിലാണ് ഉന്നതരുടെ പങ്കിലേക്കുള്ള സൂചന. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അതായത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. ആര്യ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് വിവരാവകാശ കമ്മീഷണർ നൽകിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ആരുടെയെങ്കിലും സ്വകാര്യത ഹനിക്കുന്ന ഒരു വിവരവും പുറത്തുവിടരുത് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഖണ്ഡികകളാണ് ഡിലീറ്റ് ചെയ്യുന്നത്, ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായൊരു ഉത്തരവ് തയ്യാറാക്കി അപേക്ഷകർക്ക് നൽകിയിരുന്നു. അതിൽ ടോട്ടൽ 21, അതായത് മൊത്തം 21 പാരഗ്രാഫുകൾ നീക്കം ചെയ്യുമെന്നാണ് വ്യത്യസ്ത പേജുകൾ ആ ഉത്തരവിൽ ഉള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഉത്തരവ് കൈ കിട്ടുമ്പോൾ ഈ നേരത്തെ ഇറങ്ങിയ ഏതൊക്കെ പേജുകൾ ഡിലീറ്റ് ചെയ്യുമെന്നുള്ള ഭാഗവും കൂടി വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ഏതാണ്ട് 129 പാരഗ്രാഫുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് നേരത്തെ അപേക്ഷകർക്ക് ലഭിച്ച അറിയിപ്പിൽ കൂടുതൽ പാരഗ്രാഫുകൾ ഡിലീറ്റ് ചെയ്തു പോയി എന്നുള്ളത്. ഇത് സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്ന പട്ടികയിൽ ഒരു 96-ാം പേജ് കൂടി ഉൾപ്പെട്ടിരുന്നു. അതായത് കൃത്യമായി ആ ഉത്തരവിൽ പറയുന്നത് 49-ാം പേജിലെ 96-ാം ഖണ്ഡിക ഒഴിവാക്കണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ 96-ാം പാരഗ്രാഫിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ വന്ന മൊഴികളിൽ നിന്ന് ഈ പീഡനം നടത്തിയവരിൽ പ്രമുഖരുമുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് കമ്മിറ്റിക്ക് ഉത്തമ ബോധ്യമായി. ഇവരുടെ പേര് വിവരങ്ങളും കമ്മിറ്റിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആ പാരഗ്രാഫ്. We are satisfied that women face sexual harassment even from very well known people in the film industry. അതായത് ആ പ്രമുഖരെ കുറിച്ച് പറയുന്ന ഭാഗം തുടങ്ങുന്നത് 96 മുതലാണ്. 96 കഴിഞ്ഞാൽ പിന്നെ 108 ആണ്. അതിനിടയിൽ വരുന്ന ആ ഭാഗങ്ങളിലായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ആളുകളുടെ പേരുകൾ ഉണ്ടാവുക. 97 മുതൽ 108 പേജ് വരെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാൻ ഈ ഉത്തരവിൽ പറയുന്നുമില്ല. പക്ഷേ 96-ാം പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്യാൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് എന്നാണ്. അപ്പോൾ 96-ാം പാരഗ്രാഫ് പക്ഷേ പെട്ടിരിക്കുന്നത് 48-ാം പേജിലാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു അബദ്ധം സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. അതായത് പേജ് നമ്പർ നോക്കി ഡിലീറ്റ് ചെയ്തപ്പോൾ 96-ാം പാരഗ്രാഫ് 48-ാം പേജിൽ പെട്ടുപോയി. അതിലാണ് ഉന്നതരിലേക്കുള്ള വിരൽ ചൂണ്ടുന്നത്. അതിനുശേഷമുള്ള പേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പറയുന്ന ഈ 97 മുതൽ 108 വരെയുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉത്തരവിലുണ്ടായിരുന്നോ? ആ ഉത്തരവിലില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം ഇത് സ്ക്രൂട്ടനൈസ് ചെയ്തവർക്ക് നൽകുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ. കാരണം ഇതേ ദിവസം തന്നെ മറ്റൊരു ഉത്തരവ് കൂടി വിവരാവകാശ കമ്മീഷൻ ഈ അപേക്ഷകർക്ക് നൽകിയിരുന്നു. അതിൽ എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിലെ 26-ാം പേജിലെ 4-ാം പാരഗ്രാഫിൽ നിലവിൽ ഏതൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭാഗം കൂടി ഒഴിവാക്കാനുള്ള അധികാരം ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നവർക്കും ഈ അപേക്ഷ കൈമാറുന്ന സംസ്ഥാന സർക്കാർ ആയിരിക്കില്ല അനന്തൻ. അത് വിവരാവകാശ ഓഫീസറാണ് സ്ക്രൂട്ടനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിവരാവകാശ ഓഫീസർക്ക് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അധികാരവും കൂടുതൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കാനുള്ള അധികാരവും ഈ ഉത്തരവിലൂടെ വിവരാവകാശ കമ്മീഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവാദത്തിലായ 97 മുതൽ 108 വരെയുള്ള പേജുകൾ ഒഴിവാക്കിയതിൽ ഒരുപക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പെട്ടുപോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 96-ാം പാരഗ്രാഫ് അത് 49-ാം പേജിലെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിലുള്ളത്. പക്ഷേ അത് അബദ്ധവശാൽ പെട്ടുപോയത് 48-ാം പേജിലാണ്. അതിൽ ആ പാരഗ്രാഫ് മാത്രം, ഒരുപക്ഷെ മറഡോണയുടെ നമ്മൾ പറയുമല്ലോ ദൈവത്തിൻ്റെ ഒരു കൈ അവശേഷിച്ചു എന്ന്, അതുപോലെ 96-ാം പേജിൽ ഉന്നതരുടെ പേരൊക്കെ അല്ലെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്ന ഒരു പാരഗ്രാഫ് അറിയാതെ അങ്ങ് പെട്ടുപോയി. അതെല്ലാം ഡിലീറ്റ് ചെയ്യാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിലൊരു അബദ്ധം പറ്റി. അതിൽ ഒരു പാരഗ്രാഫ്, അതിൻ്റെ തുടക്കത്തിലുള്ള പാരഗ്രാഫ് അവിടെ പെട്ടുപോയി. അതിനുശേഷമുള്ള പാരഗ്രാഫുകളിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് ഈ ഒരു പേജുകൾ ഡിലീറ്റ് ചെയ്തത് സംബന്ധിച്ച് വരാനുള്ള കാരണവുമായത്. അറിയാം, അതായത് അതിൽ തന്നെ നോൺ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി അണ്ടർലൈൻഡ് കൂടിയാണ് അനന്തൻ ആ വരികൾ. തീർച്ചയായിട്ടും ഇതിപ്പം ഈ 97 മുതൽ 108 വരെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമില്ല. അവിടെ ഏതെങ്കിലും സ്വകാര്യത ഹനിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ അത് മുൻ ഉത്തരവിൽ ഉൾപ്പെടാതെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം വിവരാവകാശ ഓഫീസർക്കുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവർ. അനന്തനിലേക്ക് മടങ്ങി വരാം.